എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു എത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു. നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ട് ആ വ്യക്തി എത്തുന്നു. നിങ്ങളുടെ സത്യസ്നേഹത്തെ ആ വ്യക്തി തിരിച്ചറിയുന്നു. ആ സ്നേഹം മറ്റൊരിടത്തും ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹത്തെ മറക്കാൻ, അത് തള്ളിക്കളയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുന്നു, തിരിച്ചു വിളിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും എത്ര സമയം കഴിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ സന്തോഷം അപൂർവമാണ്. നിങ്ങൾ നൽകിയ സന്തോഷം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നിങ്ങളുടെ കരുതൽ അവർക്ക് വിലപ്പെട്ടതാണ്. ആ കരുതൽ അവർ മറ്റൊരിടത്തു നിന്ന് ലഭിക്കുന്നില്ല. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ വീണ്ടും അവർക്ക് കിട്ടില്ല എന്നുള്ള സത്യം അവർ തീർച്ചയായിട്ടും അറിയുന്നു. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അവർക്ക് ഏറ്റവും നല്ല അനുഭവമാണ്. ആ അനുഭവം നിറഞ്ഞ ജീവിതമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ പിന്തുണ അവർക്ക് ധാരാളം ശക്തി നൽകുകയാണ്. ആ ശക്തിയിലാണ് അവർ ഉറച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്നേഹത്തെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. നിങ്ങളോടൊപ്പം അവർ സന്തോഷിക്കുന്നു. നിങ്ങളോടൊപ്പം അവർ ജീവിതത്തിൽ മുന്നേറുന്നു. നിങ്ങളുടെ ശബ്ദം പോലും അവർക്ക് ഏറ്റവും പ്രചോദനം തന്നെയാണ്. നിങ്ങളുടെ ചിരി അവരെ ഏറെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾ അവരെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. നിങ്ങൾ അവരെ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ഓർമ്മകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ആ ഓർമ്മകളുടെ ശക്തി അവർക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നൽകിയ സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അത്രയും നല്ല നിമിഷങ്ങൾ വേറെ ആരും ആ വ്യക്തിക്ക് നൽകിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹം അപൂർവമായൊരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയത്. നിങ്ങളുടെ കരുതൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെ സാന്നിധ്യം അവരെ ഏറെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹം അവരെ മാറ്റി നിർത്തുന്നു. നിങ്ങളവരെ പ്രചോദിപ്പിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവരെ എപ്പോഴും പിന്തുടരുകയാണ്. നിങ്ങൾ നൽകിയ സന്തോഷം അവർക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വിശ്വാസം അവരെ എപ്പോഴും ശക്തമാക്കുകയാണ്. നിങ്ങൾ നൽകിയ പിന്തുണ അവർക്ക് ഏറെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ തീർച്ചയായിട്ടും തിരിച്ചറിയുകയാണ്. നിങ്ങളവരെ സത്യസന്ധമായി സ്നേഹിച്ചു. നിങ്ങളുടെ കരുതൽ അവരെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് പ്രചോദനം തന്നെയാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ജീവിക്കുകയാണ്. ആ സ്നേഹത്തിനൊരു കുറവുമില്ല. നിങ്ങൾ നൽകിയ സ്നേഹം അവരെ ഏറ്റവും നന്നായിട്ട് ആകർഷിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഏറ്റവും ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളില്ലാത്ത ശൂന്യത അവർ തീർച്ചയായിട്ടും അറിയുന്നു. അവർക്കിനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നുള്ള ദുഃഖം അവരുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുകയാണ്. അതവർക്ക് കുറ്റബോധം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ കരുതൽ അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ എപ്പോഴും മാടി വിളിക്കുന്നു. നിങ്ങളുടെ സ്നേഹം അവരെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അവർ മുൻപോത്തെ പോലെയല്ല. അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കുന്നു. നിങ്ങളുടെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. ആ പിന്തുണ അവരാഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അവർക്ക് ഏറെ സന്തോഷം പകരുന്നതുമാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അവരെ ശക്തമാക്കുകയാണ്. നിങ്ങളുടെ കരുതൽ അവർ തിരിച്ചറിയുകയാണ്. ആ വില അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ആ സന്തോഷം അവർ ജീവിതത്തിൽ എപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവരെ മാറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുകയാണ്. അവരെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, അവരെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അവരുടെ ചോയ്സ് അല്ലാതെ പോലും നിങ്ങളുടെ സ്നേഹം അവരെ പിന്തുടരുകയാണ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ശക്തി കൂടിയാണ്. പിന്തുടർന്ന് ശക്തി പ്രദാനം ചെയ്യുകയാണ്. നിങ്ങളുടെ സ്നേഹം അതുപോലെ തന്നെ അവർക്ക് വിലപ്പെട്ടതുമാണ്. അവരാ സ്നേഹത്തെ മാനിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുന്നു. നിങ്ങളുടെ സ്നേഹം അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ അവർക്ക് നൽകിയ സ്നേഹം മൂലം അവർ തിരിച്ചു വരികയാണ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. നിങ്ങളുടെ കരുതൽ അവരെ മാറ്റി മറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വിളിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം
അവർക്ക് ശക്തി പ്രദാനം ചെയ്തു. നിങ്ങളുടെ സ്നേഹം അവർ ഇപ്പോൾ കൂടുതലായി തിരിച്ചറിയും. നിങ്ങളുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് ഏറെ കുറ്റബോധമുണ്ട്. അവരതുകൊണ്ടാണ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. അവർ പലരുടെയും വാക്കുകൾ വിശ്വസിക്കുകയും നിങ്ങളെ അവിശ്വസിക്കുകയും നിങ്ങൾക്ക് യാതൊരു പരിഗണന നൽകാതിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ വിശിഷ്ടമായ സ്നേഹവും നിങ്ങളുടെ ആ വിശിഷ്ടമായ ഇഷ്ടവും ഒക്കെ അവർ ഉൾക്കൊള്ളുകയാണ്. അവർക്ക് ഏറെ പ്രചോദനം നൽകുന്ന ചിന്തകളായിട്ട് അതൊക്കെ മാറുകയാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹവും ഇഷ്ടവും കരുതലും അവരെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് കാണുകയാണ്. അവർക്ക് ഏറ്റവും നല്ല പ്രചോദനങ്ങൾ ആ സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പോലും അവർക്ക് ആ കരുതലിനെയും സ്നേഹത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നതും അവരെപ്പോഴും ഇഷ്ടപ്പെടുന്നതും ആ സ്നേഹത്തെ തന്നെയാണ്. ആ സ്നേഹം അവർക്ക് വലിയ പ്രചോദനം നൽകുകയും ആ സ്നേഹം അവർക്ക് വലിയ ഇഷ്ടം നൽകുകയൊക്കെ ചെയ്യുകയാണ്. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. ഒരിക്കൽ നിങ്ങളുടെ സ്നേഹത്തെ വേണ്ടെന്നും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെയും അവർ പോയി. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പോയ ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി, നിങ്ങളേറെ ഹെർട്ട് ചെയ്തു. ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടായി. ആ വേദനകൾ പലപ്പോഴും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്തായിരുന്നു. ആ വേദനകൾ അവർ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോയപ്പോൾ ഏറെ ദുഃഖം നിങ്ങളുടെ മനസ്സിൽ തോന്നി. എൻ്റെ വ്യക്തിയെ ഞാൻ ഈ ജന്മം മുഴുവനും സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. എൻ്റെ വ്യക്തിക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചു. പക്ഷേ എൻ്റെ വ്യക്തി മറ്റു ചിലരുടെ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ചതിക്കുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എന്നെ വേണ്ടെന്ന് ഉള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയല്ലോ എന്നുള്ള ചിന്ത അവരെ ഏറെ ദുഃഖിപ്പിച്ചു. ആ ചിന്ത അവരെ മാത്രമല്ല നിങ്ങളെയും ചിന്തിച്ചു. ആ വ്യക്തിക്ക് നിങ്ങളെ മാനസികമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച ചില ആൾക്കാരുണ്ട്. അവരാണ് ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് സ്വാധീനമേകിയത്. അവർക്ക് ദുഃഖത്തോടെയാണ് ആ തീരുമാനം എടുത്തത്. നിങ്ങൾക്ക് അതിലേറെ ദുഃഖമുണ്ടായി. കാരണം എൻ്റെ വ്യക്തി എന്നെ വിട്ടുപോയല്ലോ, എൻ്റെ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലെ വിഷമവും സങ്കടവും ഒക്കെ മാറുകയാണ്. ആ വ്യക്തി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.